നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വൈബ് ഗൈസ്. അപ്പോൾ എൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കോളേജിൽ പോകാൻ നിൽക്കാന്ന്. അതെ ഗൈസ്, ഞാൻ കോളേജിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം കുറേ നാളായി ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് കോളേജിൽ പോകുന്നത്. അപ്പോൾ മാറി സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ എങ്ങനെയൊക്കെ അങ്ങനെ എത്തണം. റഹിമ മിസ്സിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ റഹിമ മിസ്സിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ ബസ് കയറി താനെല്ലാം താളത്തിലാടി അങ്ങനെയൊക്കെ ചെല്ലേണ്ട വരും ഗൈസ്. അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഞാൻ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫൈനൽ ടച്ചപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. 4 മണി വരെ നിൽക്കണമല്ലോ. അപ്പോൾ അതേ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ജെയിംസ് ചേട്ടനാണ് എന്നെ കൊണ്ടാക്കാൻ പോകണം കേട്ടോ. സാധാരണ ഒളിയും കൊണ്ടാണ് ഞാൻ പോവാറ്, പക്ഷേ ഇന്നിപ്പോൾ ജെയിംസ് ചേട്ടനാണ് എന്നെ കൊണ്ടാക്കണം. ജെയിംസ് ചേട്ടൻ ഹൈ പറയും. അപ്പോൾ ജെയിംസ് ചേട്ടൻ ഓൾറെഡി ഒരു ട്രിപ്പ് കൊണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ ചേച്ചീനെയും പിള്ളേഴ്സിനെയും കൊണ്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അപ്പോഴത്തേനും എനിക്ക് പോകേണ്ട ടൈം ആവുള്ളൂ. ആദ്യമൊക്കെ ഫസ്റ്റ് ഇയർ ഒക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ഇവരുടെ കൂടെ ഇറങ്ങും, കാരണം നേരത്തെ എത്തണം എന്നുള്ളൊരു ഇതുകൊണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി നേരത്തെ എത്തിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ബസ് കയറി പോവും, നേരെ വൈകിട്ടൊക്കെ പോവുള്ളൂ. അപ്പം ഞാൻ വണ്ടി കൊണ്ടുപോകുന്ന ദിവസങ്ങളാണെങ്കിൽ ഞാൻ നമ്മുടെ ശകടത്തിന് വൈറ്റിലെ ഹബ്ബിൽ തട്ടും. അപ്പോൾ കടയിൽ നിന്ന് ആരെങ്കിലും വന്നെടുത്തോണ്ടും അല്ലെങ്കിൽ നമ്മുടെ എളിക്കുട്ട വന്നെടുത്തോണ്ടും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുണ്ടന്നൂർ ജംഗ്ഷൻ. അപ്പം ഈ ബസ്സിന് ആദ്യമൊന്നും വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാവില്ല. പിന്നെ നേരം തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബസ് നമ്മളെ വഴിയിലിറക്കി വിടും. അപ്പോൾ പിന്നെ പശകാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് പങ്ക്ച്വാലിറ്റിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ ബസ്സിന് തന്നെ പോയി. ഇതാകുമ്പോൾ കറക്റ്റ് 9 മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു 9:40, 45 ആകുമ്പോഴത്തേനും കോളേജിലെത്തും, പറപ്പിച്ച് വിടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ മുതലിട്ട ഈ ബസ്. ഇതിലാണ് ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ട് പോണത്. ഇതില്ലെങ്കിൽ വയറ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ കട്ട ബ്ലോക്കിൽ കിടന്ന് ഇഴഞ്ഞും പിടിച്ചും നിരങ്ങിയൊക്കെയാണ് കോളേജിൽ എത്തണത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജിലോട്ട് എത്തണത്. നല്ല ബ്ലോക്കാണ് നമുക്ക് കിട്ടാറ് ഇവിടെ പുതിയകാവിലും നടക്കാവിലൊക്കെ. എൻ്റെ പൊന്നോ കിട്ടുന്ന ചാവും. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ് കേട്ടോ. അപ്പം ഒട്ടുമിക്ക എൻ്റെ ഷോർട്സിലൊക്കെ ഫ്രണ്ട് വ്യൂ ഈ കോളേജിൻ്റെയാണ് കാണിക്കാറ്. അപ്പം ഇതാണ്. അപ്പോൾ നമ്മുടെ പോളും ടീമാണ് വരണത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ അവനെ കിട്ടിയില്ല. രണ്ടാമത് അവൻ അവിടെ നിന്ന് സ്പെഷ്യലായിട്ട് നടന്നു വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. എന്നെ അവിടെ നിന്ന് ട്രോളാണ്. ഇനി വീഡിയോസൊക്കെ കാണാറുണ്ട് യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ. അങ്ങനെ ഇതാണ് എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പം നാക്ക് വിസിറ്റൊക്കെ കഴിഞ്ഞ കാരണം നല്ല കിഡിലനായിട്ട് ടൈലൊക്കെ ഇട്ട് സെറ്റപ്പാണ് കേട്ടോ. ഒരു ജാതി വ്യൂ ആണ് കോളേജിൻ്റെ. മറ്റേ നടുമുറ്റാണെങ്കിലും എന്താണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി കേട്ടോ. ഈ ലൈബ്രറി ആദ്യം അകത്തായിരുന്നു, പിന്നീട് നാക്ക് വിസിറ്റൊക്കെ വരുന്ന കാരണം ഇത് പുറത്തോട്ടാക്കി. അപ്പോൾ നല്ല സെറ്റപ്പാണ് ഞങ്ങളുടെ കോളേജ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ് റൂം. ഫസ്റ്റ് അവർ തന്നെ വുമൺ ആൻഡ് ക്രിമിനൽ ലോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടപ്പോൾ മിസ്സൊന്ന് അടിമുടി നോക്കി. പിന്നെ ഇതൊക്കെ എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞ് നോക്കി വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് അവർ ആയി നമ്മുടെ അമൃത മിസ്സാണ് കേട്ടോ. അപ്പോൾ അമൃത മിസ്സ് വന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. സത്യം പറയാനായിട്ട് ക്ലാസ്സിൽ പകുതി ആൾക്കാർ എത്തിയിട്ടില്ല, കാരണം നല്ല ബ്ലോക്കിൽ പെട്ടെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ ടൈം എടുക്കും. അപ്പോൾ വന്നിട്ടുള്ളവരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വർത്താനം പറയണം. അപ്പോൾ നമ്മുടെ വി തോഴാണ് എന്നെ നാറ്റിക്കരുതെന്ന്. ബാക്കിൽ നമ്മുടെ ഷഫ്ന, അബ്ദുല്ല, അഭിഷേക് അവിടെ നിന്നിട്ട് തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ശരവണം, പിള്ളേച്ചൻ, സരോജ്, ചെല്ലപ്പൻ, ശിവ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ നമ്മുടെ ചെല്ലപ്പൻ വന്നിട്ട് പിള്ളേച്ചൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ മറ്റേ ടീംസാ ലെബനീസ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പിന്നീടാണ് പിള്ളേച്ചന് കത്തിയത് മാറി പോണെന്ന് പറഞ്ഞ് പോണ്ട്. ഇതൊന്നും ഇടല്ലേട്ടാന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ എല്ലാവരും റെക്കോർഡ് എഴുതുന്നുണ്ട്, അതേപോലെ തന്നെ മൂട്ട്കോട്ടിൻ്റെ എഴുതുന്നുണ്ട്. എല്ലാം എഴുത്തോടെ എഴുത്താണ് കുറേ പേര്. പിന്നെ എല്ലാവരും ഉള്ള ടൈം മാക്സിമം എൻജോയ് ആണ്, കാരണം ഇനി അധികം ഇല്ലല്ലോ. കോളേജൊക്കെ ഞങ്ങളുടെ കോളേജ് ലൈഫ് ഏകദേശം ഖതം ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എക്സാമിൻ്റെ ടെൻഷൻ വരുന്നുണ്ട്. അതേപോലെ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ജീന ചേച്ചി അവിടെ നിന്നിട്ട് പോടി ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിളിച്ചപ്പോൾ പുള്ളിക്കാരി എന്തോ അത്യാവശ്യത്തിന് വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്യാൻറ്റീനിലോട്ട് പോകണ്ട. അപ്പോൾ സത്യം പറയണമെങ്കിൽ ഞങ്ങൾ ഞെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതല്ലെങ്കിലും നമ്മൾ ഫൈനൽ ഇയേഴ്സ് ഏത് കോളേജിലാണ് എവിടെയാണോ അവർ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ആ കോളേജിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ അടിപൊളിയായി, നല്ല കിടിലൻ ക്യാൻറ്റീനായിട്ടുണ്ട് ഇപ്പം. എന്താ കാര്യം, ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ സ്നേഹ മിസ് വന്നിട്ട് വീഡിയോ എടുക്കാറല്ലേ മാറാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് പോവാണ് കേട്ടോ.
അപ്പം നമ്മുടെ ദിവ്യേച്ചി ഉണ്ട്, അതേപോലെ അശ്വ ചേച്ചി ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിക്കാതിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കട്ടനും പത്തിരിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മേഘ ചേച്ചി ഒന്നും അറിയാത്ത മാതിരി അവിടെ നിന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുന്നുണ്ട് കേട്ടോ, വയ്യ പുള്ളിക്കാരത്തേക്ക്. അപ്പോൾ ഫുൾ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ജയരാജങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഒപ്പിടാൻ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായി ചോറുണ്ടാകുന്ന നിൽക്കുന്ന നേരത്ത് പിന്നെ ആരും അറിയില്ല. എൻ്റെ ചോറ്റുംപാത്രം അത് എടുത്തുകൊണ്ടുപോയി കസ്റ്റഡിയിൽ നിൽക്കണം. അതിലെന്താണെന്ന് അറിയാനാണ് ചെല്ലപ്പം നിൽക്കണം. എനിക്കാണെങ്കിൽ അപ്പവും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടുപോയി. എനിക്ക് കിട്ടിയത് ഇത്രയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ ചോറുണ്ടുന്ന സമയം ഒരു യുദ്ധക്കളാണ്. അവിടെ വേറെ ഇതൊന്നുമില്ല, ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവനവൻ്റെ കൈയിട്ട് വാരാണ്ടിരിക്കാൻ നോക്കുക, വല്ലോൻ്റെ കൈയിട്ട് വാരുക. അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. അതൊക്കെ കഴിഞ്ഞ് മേഘുവിൻ്റെ ഹോസ്റ്റലിലത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ട് നമ്മുടെ പിള്ളേർ സെറ്റാണ്. അപ്പം എല്ലാവരും എന്നിട്ട് വീഡിയോ എടുക്കേണ്ടപ്പോൾ നാറ്റിക്കരുതെന്ന് പറയുന്നുണ്ട്. അതിനിടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മേഘുവിന്. അപ്പം മേഘു ഇതൊക്കെ എന്ത്, എനിക്കിതൊന്നല്ല എന്നൊക്കെ പറഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ ഇടാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് വിടുന്ന പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെലിബ്രിറ്റിയുടെ പോലെ ഹായ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഫുൾ ഡേ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പെട്ടെന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്. വീഡിയോ കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അതെ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആറ്റുനോറ്റ് ആശിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫുൾ ഡേ കിട്ടിയില്ല, ഉച്ചവരെ കിട്ടിയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങളോ എന്താ നിനക്ക് ഞങ്ങൾ പോവാണ്. അവളെ ഹോസ്റ്റലിലോട്ടും അവളെ വീട്ടിലോട്ടും ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.